Hi dear friends, welcome back travelloversbymunna. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മിൽക്ക് കേക്കാണ്. അതിനാദ്യമായിട്ട് വേണ്ടത് 1 ലിറ്റർ മിൽക്ക് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ തിളപ്പിക്കാൻ വെക്കുക. അതിലേക്ക് 1 ഗ്ലാസ് ഷുഗർ ആഡ് ചെയ്യുക. ഷുഗർ ആഡ് ചെയ്ത് അതൊന്ന് നല്ല മിക്സ് ആയിട്ട് വരുമ്പോൾ പിന്നെ നമുക്കതിൽ ആഡ് ചെയ്യേണ്ടത് ഏലക്കായാണ്. ഒരു 4-5 ഏലക്കായ ഒന്ന് ചതച്ചിട്ട് അതിലേക്ക് ഇടുക. ഇതിൻ്റെ മെയിൻ ഫ്ലേവർ എന്ന് പറയുന്നത് ഏലക്കായാണ്. ബാക്കി നമ്മൾ ഒരു എസെൻസും നമ്മളിതിൽ ആഡ് ചെയ്യണില്ല. ഈ ഏലക്കായും കൂടെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മളിപ്പോൾ 1 ലിറ്റർ പാലാണ് എടുത്തുള്ളത്. അത് നമ്മളൊരു 1/2 ലിറ്റർ പാലാക്കിയിട്ട് നല്ല പോലെ അത് വറ്റിച്ചെടുക്കണം. അത് ലാസ്റ്റ് അതിലൊരു യെല്ലോയിഷ് കളർ പോലെ നമുക്ക് കാണാം. ആ വൈറ്റൊക്കെ ഒന്ന് മാറി യെല്ലോയിഷ് കളറാവും. ഒരു ഹാഫ് ഭാഗം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്തിട്ട് നമുക്ക് പിന്നെ അത് തണുക്കാൻ വെക്കണം. തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് അത് നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ ഒരു നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ആ മിൽക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ്, ഈ കേക്കിലേക്കുള്ള മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാണ് നമ്മൾ മെയിൻ കേക്കിൽ ആഡ് ചെയ്യണത്. ഇനി നമുക്ക് കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കാം. അതിന് 1 കപ്പ് പഞ്ചസാര എടുത്ത് അതിലേക്ക് ഒരു 6 ടീസ്പൂൺ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ സെയിം നമ്മൾ പഞ്ചസാര എടുത്ത കപ്പ് കൊണ്ട് തന്നെ 1 കപ്പ് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച മിൽക്കിൻ്റെ മിക്സ് ചേർക്കണം. ഇത് അതുപോലെ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്ക് അതിലേക്ക് ബാക്കിയുള്ള പൊടികൾ ആഡ് ചെയ്യാം. ഇപ്പോൾ 1.5 കപ്പ് മൈദ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡറും കുറച്ച് സോഡാപ്പൊടിയും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ തണുത്ത പാൽ ഇതിലേക്ക് യൂസ് ചെയ്ത് തണവില്ലാത്ത 1 കപ്പ് പാൽ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സ് നമ്മൾ ഇനി ബേക്ക് ചെയ്യാൻ പോവാണ്. കുറച്ച് ഗീ ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ മിക്സ് ഇനി ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റിയിട്ട് കുറച്ച് ഗീ ആഡ് ചെയ്ത് അതിലേക്ക് നമ്മൾ ഈ മിക്സ് ആഡ് ചെയ്തിട്ട് നമുക്ക് പിന്നെ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കുക. ഇത് 165 ഡിഗ്രി ഒരു 45 മിനിറ്റ് അത്ര ടൈം എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഈ അത്ര ടൈം ആകുമ്പോഴത്തേനും നമ്മുടെ കേക്ക് സെറ്റായിട്ട് വരും. നമ്മുടെ ബേക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ നല്ല പോലെ കേക്ക് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ബാക്കി എടുത്ത് വെച്ച മിൽക്കിൻ്റെ മിക്സില്ലേ അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം. ഈ കേക്ക് കവർ ചെയ്യണ ലെവലിൽ നമ്മൾ ആ മിക്സ് ഫുള്ള് ഒഴിച്ചു കൊടുക്കുക. ഒരു 2-3 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഫ്രീസറിൽ വെക്കേണ്ട. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇപ്പോൾ നമ്മൾ കുറച്ചൊക്കെ അതൊന്ന് വലിഞ്ഞുണ്ട്. അതിന് ശേഷം ഞാനിവിടെ ആഡ് ചെയ്യണത് വിപ്പിംഗ് ക്രീം അല്ല, ഞാൻ ഐസ്ക്രീമാണ് ആഡ് ചെയ്യണത്. വിപ്പിംഗ് ക്രീമിന് പകരം ഐസ്ക്രീം ആഡ് ചെയ്ത് നോക്കിയൊക്കെ നല്ലൊരു ടേസ്റ്റ്, വേറൊരു ടേസ്റ്റാണ് നമുക്ക് കിട്ടണത്. ഇനി അതിന് ശേഷം ഫുള്ളൊന്ന് ലെവലാക്കിയതിന് ശേഷം പിന്നെ ഞാൻ റോസ് പെറ്റൽസ് ഇട്ട് കൊടുത്ത് ഇതോടെ തന്നെ നമ്മുടെ കേക്കിൻ്റെ സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി ഒരു 3-4 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ അത് സെറ്റ് ആവാൻ വെക്കണം. ഇതോടെ തന്നെ നമ്മുടെ മിൽക്ക് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ്. എന്തായാലും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്ന വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.